നമസ്കാരം. ഏറെ നാളായി UDF പ്രവേശനം കാത്തു നിൽക്കുകയായിരുന്ന PV അൻവറിനെ ഒടുവിൽ സഹകരിപ്പിക്കാൻ UDF-ൽ ധാരണയായി. അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കിയല്ല, പകരം അസോസിയേറ്റ് കക്ഷിയാക്കി ഉൾപ്പെടുത്താനാണ് മുന്നണിയിൽ ധാരണയായിരിക്കുന്നത്. അതേസമയം PV അൻവറിനെ UDF-ൽ ഉൾപ്പെടുത്തണം എന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവർ മുന്നണിക്ക് ഒപ്പം ഉണ്ടാകണമെന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യമായി അൻവറിനായി ലീഗിന്റെ ഭാഗത്തു നിന്നും ഒരു പരസ്യമായ ആവശ്യമുയർന്നത്. മുന്നണി യോഗങ്ങളിൽ ലീഗ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് അനുകൂലമായ തീരുമാനം കഴിഞ്ഞ UDF യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പാണ് പ്രഖ്യാപനം വൈകാൻ കാരണം. നിലവിൽ പല പഞ്ചായത്തുകളിലും അൻവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF-മായി ധാരണ ഉണ്ടായാൽ ഈ സ്ഥാനാർത്ഥികളെ അൻവർ പിൻവലിക്കുമെന്നും തങ്ങൾ പറയുന്നു. ഇതിലൂടെ ലീഗും അൻവറും തമ്മിലുള്ള ധാരണ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. CPM ബന്ധം ഉപേക്ഷിച്ചപ്പോൾ തന്നെ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് ലീഗിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അൻവറിന്റെ കാര്യത്തിൽ ആദ്യം മുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്നീട് പോയത് ലീഗിന്റെ ഈ അമിത താല്പര്യം മനസ്സിലാക്കി തന്നെയാണ്. അതായത് സതീശൻ ഉറച്ചൊരു നിലപാടിൽ ആദ്യം ഉണ്ടായിരുന്നു, അൻവറിനെ എടുക്കണ്ട എന്ന്. പിന്നീട് ഈ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. കൂടാതെ സതീശന്റെ നേതൃത്വം അംഗീകരിക്കാമെന്ന അൻവറിന്റെ ഉറപ്പും മുന്നണിയിലെ ചർച്ചകൾ സുഗമമാക്കി. ഇനി ധാരണയാകാനുള്ളത് കോൺഗ്രസിൽ മാത്രമാണ്. നിലമ്പൂർ MLA ആയ ആര്യാടൻ ഷൗക്കത്തിന്റെ എതിർപ്പാണ് കോൺഗ്രസ് തീരുമാനം വൈകിപ്പിക്കുന്നു എന്നാണ് വിവരം. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് തന്നെ മുസ്ലിം ലീഗുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലായിരുന്നു. അത് തന്നെയാണ് ഷൗക്കത്തും തുടരുന്നത്. ഈ എതിർപ്പ് നേരിടുക എന്ന ലീഗ് ലക്ഷ്യവും അൻവറിനോടുള്ള താല്പര്യത്തിന് പിന്നിലുണ്ട് എന്നതും വ്യക്തമാണ്. അഭിമുഖത്തിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുള്ള വിമർശനവും പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കം അവസാനിപ്പിക്കാനാണ് ലീഗ് ആവശ്യപ്പെട്ടത്. അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് തങ്ങൾ വ്യക്തമാക്കിയത്. ലീഗിന്റെ അനിഷ്ടം തന്നെയാണ് തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ കോൺഗ്രസ് പ്രതികരണമാണ് ഇനി അറിയാനുള്ളത്. അൻവറിന് കോൺഗ്രസിനുള്ളിൽ സീറ്റ് കിട്ടുമോ, അതായത് ഈ ടിക്കറ്റ് കിട്ടുമോ, കോൺഗ്രസിൽ കയറണം എന്ന അൻവറിന്റെ ആഗ്രഹം സാധിക്കുമോ എന്ന് താമസിയാതെ തന്നെ അറിയാം.